TR&D എസ്റ്റേറ്റിലെ ആനക്കുളം ഡിവിഷനിൽ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് 4 ലയങ്ങൾ തകർന്നു. സമീപത്ത് നിന്ന തേക്ക്, പ്ലാവ് മരങ്ങളാണ് ലയങ്ങൾക്ക് മുകളിലേക്ക് വീണത്. അപകട സമയത്ത് വീടിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എന്നാൽ വീട്ടുപകരണങ്ങൾ പൂർണ്ണമായും നശിച്ച നിലയിലാണ്. അപകടത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച തൊഴിലാളികൾക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR വിജയൻ അറിയിച്ചു. നല്ല രീതിയിൽ അവർക്ക് താമസം ഉറപ്പിക്കാൻ കമ്പനി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. മാനേജർമാരോട് പറയുമ്പോൾ അവർ ഓരോ ഒഴിവുകൾ പറഞ്ഞ് മാറുകയാണ്. ഇന്നലെ ഉണ്ടായ മഹാമാരിയിലും കൊടുങ്കാറ്റിലും ഈ ആനക്കുളം ഭാഗത്തെ 3-4 ലയങ്ങളുടെ മണ്ടയിലേറ്റ് വൻ വൃക്ഷങ്ങൾ വീണ് ഇവിടുത്തെ തൊഴിലാളികൾ വളരെ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. അവരുടെ വീടുകളും പോയി, അവർ താമസിക്കുന്ന ഫർണിച്ചറുകൾ, മൊത്തമുള്ള കുടിവെള്ളത്തിനുള്ള ടാങ്കുകൾ എല്ലാം നഷ്ടപ്പെട്ട രീതിയിലാണ്. ഇത് പല പ്രാവശ്യവും കമ്പനിയോട് പറഞ്ഞിട്ടും കമ്പനി ഇത് മുഖവരക്കെടുക്കുന്നില്ല. കാര്യം മാനേജർമാര് നല്ല ബംഗ്ലാവിൽ താമസിക്കുകയും അതിലും മേലെ അതിന്റെ ഉടമസ്ഥന് അതിലും വലിയ ബംഗ്ലാവിൽ താമസിക്കുകയും ചെയ്യുമ്പോൾ ഈ പാവപ്പെട്ട ജനങ്ങളുടെ ലയങ്ങൾ പലതും ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണെന്നും തൊഴിലാളികളോടുള്ള മാനേജ്മെന്റിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്നും അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോൺ B. തോമസ് ആവശ്യപ്പെട്ടു. അതൊക്കെ ശോചനീയാവസ്ഥയാണ്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ നമുക്ക് അടിയന്തരമായിട്ട് ഇത് നടപടി എടുത്തിരിക്കണം. കാരണം ഈ പാവപ്പെട്ടവൻ ഇവിടെ അന്തി ഉറങ്ങുന്നതാണ്. അപ്പൊ അത് ഈ നാട്ടിൽ നമുക്ക് എല്ലാവർക്കും അത് ബാധ്യസ്ഥരാണ്. കാരണം അവരെ സംരക്ഷിക്കേണ്ട ആവശ്യം നമ്മുടെ കൂടെയാണ്. ഞാനൊരു നമ്മുടെ ഇവിടെ ഈ ബ്ലോക്കിലെ ജനപ്രതിനിധി എന്ന നിലയിൽ ഇത് അടിയന്തരമായി ഇതിനുള്ള പരിഹാരം കണ്ടില്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള നമ്മുടെ യൂണിയനും പാർട്ടിയും ഒക്കെ ആലോചിച്ച് സത്വര നടപടികൾ സ്വീകരിക്കും. കാരണം ഇത് മാനേജ്മെന്റ് അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം, ഇവിടെ കുറച്ച് തൊഴിലാളികൾ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും ആ ഉള്ള ലയങ്ങള് പുനരുദ്ധരിച്ചുകൊണ്ട് അവർക്ക് പാർക്കുവാനായിട്ട് നല്ല രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. തൊഴിലാളികൾ ജീവൻ പണയപ്പെടുത്തിയാണ് തകരാറിലായ ലയങ്ങളിൽ കഴിയുന്നത്. ലയങ്ങൾ അടിയന്തരമായി പുതുക്കിപ്പണിയാൻ മാനേജ്മെന്റ് തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് തിരുക്കൊച്ചി തോട്ടം തൊഴിലാളി INTUC യൂണിയൻ ജനറൽ സെക്രട്ടറി KK ജനാർദ്ദനൻ മുന്നറിയിപ്പ് നൽകി. ഫ്രണ്ടിലേക്ക് ചാഞ്ഞിരിക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുക, സമീപ പ്രദേശത്ത് കാറ്റടിച്ച് വീഴാൻ തയ്യാറായിട്ട് നിൽക്കുന്ന മരങ്ങൾ അടിയന്തരമായി വെട്ടിമാറ്റി നമ്മുടെ ആളുകളുടെ താമസ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന്, ലയങ്ങളെ ഒന്ന് മോഡിഫൈ ചെയ്ത് വൃത്തിയാക്കി കൊടുക്കുന്നതിന്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഒരാൾ പറഞ്ഞു, കഴിഞ്ഞ ദിവസം മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ ലയങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്.